ചിലപ്പോഴൊക്കെ ചിരിക്കുമ്പോൾ പോലും അവർ കൈ പൊത്തിയോ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരി പെട്ടെന്ന് നിർത്താനൊക്കെ അവർ നോക്കും, വേറെ ആരും കാണാണ്ട്. ഗം കോണ്ടൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തെറ്റിയ പല്ലുകളുണ്ടാവും. അതെല്ലാം ചിരിയിലും ക്ലോസപ്പ് ഉള്ള വീഡിയോയിലും സംസാരത്തിലെല്ലാം അതൊരു അഭംഗിയാണ്. ഇതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻവിസിബിൾ അലൈനേഴ്സ് യൂസ് ചെയ്യാം. എന്താണ് സ്മൈൽ ഡിസൈൻ? നമ്മളല്ല ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് സ്മൈൽ ഡിസൈൻ. ശരിക്കും എന്താണ് അതിൻ്റെ അർത്ഥം? ചില ആളുകൾ അവരുടെ ചിരി ഇഷ്ടപ്പെടുന്നവരായിരിക്കും, കുറേ ആളുകൾക്ക് അതിന് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസിനും ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ആളുകളുടെ മുമ്പിൽ വരാനും സംസാരിക്കാനും എല്ലാം അവർക്ക് മടിയുണ്ടാവും. ചിലപ്പോഴൊക്കെ ചിരിക്കുമ്പോൾ പോലും അവർ കൈ പൊത്തിയോ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരി പെട്ടെന്ന് നിർത്താനൊക്കെ അവർ നോക്കും, വേറെ ആരും കാണാണ്ട്. ഇങ്ങനെയുള്ളവരുടെ ആ കോൺഫിഡൻസ് പ്രശ്നം അല്ലെങ്കിൽ ആ ചിരിയുടെ പോരായ്മകൾ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കും. അതിന് പല പ്രശ്നങ്ങളാണ് പേഷ്യൻ്റ് ഇങ്ങോട്ട് പറയാറുള്ളത്. ആദ്യത്തെ പ്രശ്നം അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത് പല്ല് നേരെ തെറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് പൊന്തിയിരിക്കുന്നു, കുറച്ച് ഉള്ളിലേക്കാണ്. പിന്നെ പല്ലിൻ്റെ മഞ്ഞ നിറം, ഇതെല്ലാം ആളുകൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അപ്പം നമുക്കിതിന് സൊല്യൂഷൻസ് വേണം. സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ പേഷ്യൻറ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണോ അവരുടെ പ്രശ്നങ്ങളെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ശരിക്കുമുള്ള പ്രശ്നമാണോ അതോ അവർക്ക് തോന്നലാണോ എന്നുള്ളത് ആദ്യം അസസ് ചെയ്യണം. പിന്നെ അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഉള്ള സൊല്യൂഷൻസിൽ നിന്ന് ഏതാണോ ബെസ്റ്റ് എന്നുള്ളതും ഒരു എക്സ്പേർട്ട് ഡെൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്യണം. നമുക്ക് സൊല്യൂഷൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ അലൈനർ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് വളരെ ഇൻവിസിബിൾ ആയ ഒരു പ്ലാസ്റ്റിക് ട്രേ ആണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ പല്ലിൻ്റെ ഒരു റീപൊസിഷനിങ് സാധ്യമാവും. പല്ല് പൊന്തിയവർക്കോ പല്ല് ഉള്ളിലേട്ടായിട്ടിരിക്കുന്നവർക്കെല്ലാം കറക്റ്റ് രീതിയിൽ പല്ലിനെ കൊണ്ടുപോയി നിർത്താൻ പറ്റും. പിന്നെ ചിലർക്കൊക്കെ നിര തെറ്റിയ പല്ലുകളുണ്ടാവും. അതെല്ലാം ചിരിയിലും ക്ലോസപ്പ് ഉള്ള വീഡിയോയിലും സംസാരത്തിലെല്ലാം അതൊരു അഭംഗിയാണ്. ഇതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻവിസിബിൾ അലൈനേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് സെറാമിക് വെനിയേഴ്സ് അല്ലെങ്കിൽ വെനിയേഴ്സ്. അത് 2 ടൈപ്പിൽ ചെയ്യാൻ പറ്റും വെനിയർ. ഒന്നല്ലെങ്കിൽ സെറാമിക് വെനിയർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് വെനിയർ. സെറാമിക് വെനിയറാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കാരണം അത് കളർ സ്റ്റേബിളാണ്, കുറേയും കൂടി സ്ട്രോങ്ങർ ആയിട്ട് അതിരിക്കും. അത് തിന്നായിട്ടുള്ളൊരു സെറാമിക് ഷെല്ല് നമ്മുടെ പല്ലിൻ്റെ മുകൾ ഭാഗം മാത്രം കുറച്ച് ട്രിം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നതാണ്. വളരെ തിന്നായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ക്രൗൺ പോലെ പല്ലിനെ മുഴുവൻ നമുക്ക് ട്രിം ചെയ്യേണ്ട ആവശ്യമൊന്നും അതിൽ വരില്ല. പക്ഷേ നമുക്ക് വളരെ എയ്സറ്റിക് ആയിട്ടും നാച്ചുറലായിട്ടുള്ളൊരു ഫിനിഷ് ഇതിൽ നൽകാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ അതിലുള്ളത് കോമ്പോസിറ്റ് വെനിയർ. അത് ചെയർ സൈഡായിട്ട് തന്നെ നമുക്ക് പല്ലിൻ്റെ അതേ കളർ മാച്ചിങ്ങിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കമ്പാരിറ്റീവ്ലി അതിന് കോസ്റ്റും കുറവായിരിക്കും. വേറൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്കുള്ളത് ഗം കോണ്ടൂറിംഗ് ആണ്. ഗം കോണ്ടൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും കൂടുതൽ മോണ കാണുന്നു, അല്ലെങ്കിൽ പല്ല് കുറവും മോണ കൂടുതൽ, അതിന് ഗമ്മി സ്മൈൽ എന്നൊക്കെ പറയും. അതിൽ ഗംസിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസം നമ്മൾ വരുത്തുമ്പോൾ തന്നെ ജിഞ്ചേവൽ ജെനിത് എന്നൊക്കെ പറഞ്ഞ ഒരു ഫോമുണ്ട്. ആ ഒരു ലെവൽ കറക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചിരി കുറച്ചും കൂടി നന്നായി വരാറുണ്ട്. പിന്നെയുള്ളൊരു പ്രശ്നം പല്ലിൻ്റെ കളറാണ്. ചിലർക്ക് വളരെ യെല്ലോ കളറാവും, ചിലർക്ക് ചെറിയൊരു ഡിസ്കളറേഷൻ ആവാം, ചിലർക്ക് ബ്രൗൺ ആവാം. ഇതിൽ മൈൽഡായിട്ടൊക്കെ ഉള്ളത് നമുക്ക് ക്ലീനിങ് പോളിഷിങ് കഴിയുമ്പോൾ മാറുമെന്ന് നോക്കാം. എന്നിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് വൈറ്റനിങ്ങിലേക്ക് പോവാം. വൈറ്റനിങ് ചെയ്യുന്നതിനും ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലർക്ക് ഭയങ്കര ഡാർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ യെല്ലോയിഷ് ഇതാണെങ്കിൽ വൈറ്റനിങ് കൊണ്ട് ഇത്രയും റിസൾട്ട് ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വെനിയേഴ്സ് ചെയ്യേണ്ട വന്നേക്കാം, ക്രൗൺസ് തന്നെ ചെയ്യേണ്ട വന്നേക്കാം. വേറെ ചിലർക്കാണെങ്കിൽ ഈ ഡിസ്കളറേഷന് കാരണം പല്ല് എന്തെങ്കിലും കാരണം കൊണ്ട് ഡെഡ് ആയതായിരിക്കും. എവിടെയെങ്കിലും തട്ടുവോ മുട്ടുവോ അല്ലെങ്കിൽ അങ്ങനെ അധികമായിട്ട് ഫോഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഈ പല്ലിൻ്റെ കളർ ബ്രൗൺ ആവാം. അങ്ങനെയുള്ളവർ റൂട്ട് കനാൽ ചെയ്തിട്ട് വേണം ആ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. എന്നിട്ട് പിന്നീട് ക്രൗണോ വെനിയറോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യേണ്ടി വരും. വൈറ്റനിങ് അതിൽ പുറമെ ചെയ്തുകൊണ്ട് ഉള്ളിലേക്കുള്ള കളറ് മാറുന്നതല്ല. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന സ്മൈൽ ഡിസൈൻ മൊഡാലിറ്റീസ്. പുതിയതായിട്ട് വന്നേക്കുന്ന അഡ്വാൻസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സ്മൈൽ ഡിസൈനാണ്. അത് ഡിജിറ്റലായിട്ടുള്ള അളവെടുക്കും പേഷ്യൻ്റെ ഫോട്ടോസും എല്ലാം കൂടി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും ഒരു സോഫ്റ്റ്വെയറിൽ. ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ അനുസരിച്ചിട്ട് നമുക്കതിൽ അവർക്ക് ഏത് സ്മൈലാണോ ചേർന്നതെന്നുള്ളത് മനസ്സിലാക്കി നമുക്കത് പേഷ്യൻറ്റിന് നല്ലൊരു റിസൾട്ട് അതിൽ നൽകാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്മൈൽ ഡിസൈനെ പറ്റിയുള്ള ചെറിയൊരു ഇൻഫർമേഷൻ. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കുമോ അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാലോ മതി. താങ്ക് യു.